പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം, അത് നാട്ടുകാരറിയുന്നതിൻ്റെ കാരണം, അത് ലോകമനുഷ്യൻ എടുക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. എവിടേക്കോ ക്രമങ്ങൾ തെറ്റിയിരിക്കുകയാണ്, ആ ഓർഡർ തെറ്റിയിരിക്കുകയാണ്, ആ ബന്ധങ്ങൾക്കകത്ത് എവിടെയോ ഓർഡറുകൾ തെറ്റിയിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുത്താതെ അതിനെ ദൈവികമായ ക്രമത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. മക്കളെ, ഒരു പക്ഷിയാണെങ്കിലും പകല് മുഴുവൻ പറന്ന് നടക്കും. പകല് മുഴുവൻ പറന്ന് നടന്നിട്ട് അതിന് ഒരു തീറ്റയും കിട്ടിയില്ലെങ്കിലും ഇത് സന്ധ്യയാകുമ്പോൾ വന്നു കയറുന്ന ഒരു കൂടുണ്ട്, അല്ലെങ്കിൽ ഒരു പൊത്തുണ്ട്. ആ കൂട്ടിനകത്ത് സ്വസ്ഥമായി ഈ പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയാൽ, വഴക്കൊന്നുമില്ലാതെ കംഫർട്ടബിളായിട്ട് ആ സന്ധ്യയ്ക്ക് 5:30 മണിക്ക് 6 മണിക്ക് വന്ന് കയറുന്ന കൂട്ടിനകത്ത് ഈ പക്ഷിക്ക് വന്ന് ഇരിക്കാൻ പറ്റിയാൽ, ആ പക്ഷി പകലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും, തീറ്റകളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ പക്ഷി അനുഭവിക്കുന്ന ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. എന്നാൽ പകൽ മുഴുവൻ നടന്ന് അതിന് പുഴുവിനെ കിട്ടി, മീനെ കിട്ടി, ഒത്തിരി തീറ്റകൾ കിട്ടി, ചോറ് കിട്ടി, ഇതെല്ലാം കൊത്തിപ്പിറക്കി തിന്നിട്ട് കൊക്ക് നിറഞ്ഞിട്ട് സന്ധ്യയാകുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന കൂട്ടിനകത്ത് 2 എണ്ണം കൂടെ കിടന്ന് കൊത്തുകൂടുകയാണെങ്കിൽ ഈ പകൽ മുഴുവൻ പറന്ന് നടന്ന് തീറ്റ തേടിയത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പൈശാചിക ലോകത്തിന്, സാത്താന്യ മേഖലയ്ക്ക് 2 കാര്യങ്ങളോടെ എതിർപ്പുള്ളൂ. അല്ലെങ്കിൽ 2 കാര്യങ്ങളെ മാത്രമേ പിശാച് തകർക്കാൻ നോക്കത്തുള്ളൂ. അത് ഒന്ന് കുടുംബം, കുടുംബം ഉണ്ടെങ്കിലേ സഭയുള്ളൂ. 1 കുടുംബം, 2 ദൈവത്തിൻ്റെ സഭ. എൻ്റെ ചോദ്യം ഇതാണ്, പൈശാചിക ലോകം ആദ്യം പോരാടിയത്, അറ്റാക്ക് ചെയ്ത് തകർത്തെറിഞ്ഞത് കുടുംബത്തെ അല്ലേ? പിശാചിന് ഇത് നന്നായിട്ട് അറിയാം. കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നാണ് കുടുംബം. അത് കൂടുമ്പോൾ പലപ്പോഴും ഭൂകമ്പമാക്കി അവൻ മാറ്റുന്നതിൻ്റെ കാരണം അവനറിയാം, ഫാമിലിയെ തകർത്താൽ, കുടുംബത്തെ തകർത്താൽ അവൻ്റെ എല്ലാ പദ്ധതികളും അവിടെ നിറവേറും. 2 കാര്യങ്ങൾ, 2 കാര്യത്തിൽ ശുശ്രൂഷ മാറ്റിവെക്കാം. 1 നിങ്ങളുടെ കുടുംബജീവിതം, 2 ദൈവസഭ. ഇത് 2 കാര്യങ്ങളിൽ ആ ദൈവിക ക്രമം നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആവും.